ദില്ലിയിൽ ഇ.ഡി. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് വാർത്ത വളരെ വലിയ ദേശീയ തലത്തിൽ വന്ന ദിവസം തന്നെയാണ് കേരളത്തിൽ മറ്റൊരു വാർത്ത സംസ്ഥാന വ്യാപകമായി വന്നത്. സത്യഭാമ എന്ന് പറയുന്ന ഒരു നൃത്ത ടീച്ചർ, അവരുടെ പേരിൽ കലാമണ്ഡലമുണ്ട് എങ്കിലും ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് കലാമണ്ഡലത്തിന് വലിയ മാനങ്ങളുള്ള ഒന്നാണ്. ഏതായാലും സത്യഭാമ നമ്മുടെ കലാഭവൻ മണിയുടെ അനുജനും പ്രസിദ്ധ നർത്തകനുമായ RLV രാമകൃഷ്ണനെ, ഡോക്ടർ രാമകൃഷ്ണൻ, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട്. അദ്ദേഹത്തെ അതിനിശിതമായി വിമർശിക്കുകയും പേരെടുത്ത് പറയാതെയാണെങ്കിലും അത് വളരെ കൃത്യമായി അദ്ദേഹം തന്നെയാണ് ചാലക്കുടിക്കാരനാണ് എന്നൊക്കെ പറയുമ്പോൾ വേറെ ചാലക്കുടിയിൽ ഒരു നർത്തകനൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നിറം, അദ്ദേഹത്തിൻ്റെ ജാതി, ഇതെല്ലാം സൂചിപ്പിക്കുകയും പുരുഷന്മാർക്ക് മോഹിനിയാട്ടം നടത്താൻ പറ്റില്ല, മോഹിനിമാരായിരിക്കണം എന്ന് പറയുകയും നൃത്ത മത്സരത്തിൽ മാർക്കിടുമ്പോൾ ഈ നർത്തകൻ്റെ അല്ലെങ്കിൽ നർത്തകയുടെ സൗന്ദര്യം പ്രധാനമാണ് എന്ന് പറയുകയൊക്കെ ചെയ്ത് വലിയ വിവാദമായി. കേരളം മുഴുവൻ ചർച്ച ചെയ്തു. അതിനെതിരെ അതിശക്തമായ പ്രതികരണമാണ് കേരളമാകെ വന്നത്. അത് നല്ല കാര്യമാണ്. കേരളത്തിൽ അങ്ങനെ പ്രതികരണം ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമന്യേ ആ സത്യഭാമ എന്ന് പറയുന്ന അസത്യഭാമയ്ക്കെതിരെ വലിയ വിമർശനമുണ്ടായി. അതിൽ നമുക്ക് ഖേദമില്ല, സന്തോഷമുണ്ട്. പക്ഷേ ഇന്നലെ നമ്മളൊരു പത്രവാർത്ത ചിത്രത്തോടു കൂടി കണ്ടു. ഇത് ചേർത്ത് വായിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, മുൻ മന്ത്രിയും കേന്ദ്രമന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തരം, അതുപോലെ നിരവധി പ്രധാന വകുപ്പുകൾ വഹിച്ചിട്ടുള്ള BJP നേതാവ് LK അദ്വാനി, ലാൽകൃഷ്ണ അദ്വാനിക്ക് ഭാരതരത്നം കൊടുക്കുന്നതാണ്. ഇപ്പം അങ്ങനെയാണ്, ഭാരതരത്നം കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചാണ്. ചരൺ സിംഗിന് കൊടുക്കുന്നു, ബിജു പട്നായിക്കിന് കൊടുക്കുന്നു, നരസിംഹറാവുവിന് കൊടുക്കുന്നു, ഇനിയിപ്പോൾ ഗോഡ്സേക്ക് കൊടുക്കുമെന്നറിയില്ല. ഏതായാലും ഭാരതരത്നം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ LK അദ്വാനിക്ക് ഭാരതരത്നം കൊടുക്കുന്ന ആ ചടങ്ങിൻ്റെ പടമാണ് നമ്മൾ കണ്ടത്. ആ പടം വളരെ വിചിത്രമാണ്. ആ പടത്തിൽ ഒന്നാമതായി ഇരിക്കുന്നത് ഇത് കിട്ടുന്ന അദ്വാനി തന്നെയാണ്. അദ്വാനിയുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്വാനി ഒരു വളരെ സീനിയറായ നേതാവാണ്. BJP ഒതുക്കി ചവിട്ടിക്കൂട്ടി മൂലക്കിട്ട നേതാവാണ്. എന്തോ ഉപദേശക സമിതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടെ ഉണ്ടാവുന്നതും തെറ്റില്ല. നമുക്കറിയാം, ഭാരതരത്നം അവാർഡ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇതിന് കഴിഞ്ഞ ദിവസം അത് രാഷ്ട്രപതി ഭവനിൽ നടന്നപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് പോയി വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. അതിലും ഞാൻ വലിയൊരു തെറ്റ് കാണുന്നില്ല. പക്ഷെ അതിൻ്റെ ചിത്രം വളരെ വിചിത്രമായ ഒന്നാണ് ഞാൻ കണ്ടത്. അദ്വാനി ഇരിക്കുന്നു, തൊട്ടടുത്ത് പിന്നെ നമ്മുടെ മോഡിജി, പ്രധാനമന്ത്രിജി ഇരിക്കുന്നു. ഈ രാഷ്ട്രപതി അവിടെ നിൽക്കുന്നു. രാഷ്ട്രപതി ഇരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് ഒരു സേവകയുടെ മാതിരി അവിടെ നിൽക്കുകയാണ്. ഈ ചിത്രം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മാത്രമല്ല, ഈ രാഷ്ട്രപതി ഇതിനു മുമ്പും നിരവധി ഇത്തരം വിവേചനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രധാന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ഏത് പ്രോട്ടോക്കോൾ അനുസരിച്ചും രാഷ്ട്രപതിക്ക് താഴെയേ ആരും വരികയുള്ളൂ, പ്രധാനമന്ത്രി എന്നല്ല ആരും. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ രാഷ്ട്രപതി നിൽക്കുകയും പ്രധാനമന്ത്രിയും മുൻമന്ത്രിയും അദ്വാനിയും ഇരിക്കുകയും ചെയ്യുന്ന പടം എന്തുകൊണ്ടാണ് വൈറലാവുന്നത്? കാരണം നേരത്തെ പറഞ്ഞു, പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതി വിളിക്കുന്നില്ല, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ. അതിന് ചോദിച്ചപ്പോൾ പറഞ്ഞത് രാഷ്ട്രപതിക്കല്ല അതിൻ്റെ ജോലിയെന്ന്. രാഷ്ട്രപതിക്ക് എന്താ ജോലിയില്ലാത്തത്? പാർലമെൻറ്റിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ രാഷ്ട്രപതി ഇല്ലാതെ ഒരു പാർലമെൻറ്റ് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. അതിന് പറയാത്ത കാരണം വളരെ കൃത്യമാണ്. രാഷ്ട്രപതിയുടെ ജാതിയാണ്, രാഷ്ട്രപതി സ്ത്രീയാണ് എന്നതാണ്, രാഷ്ട്രപതി വിധവയാണ് എന്നതാണ്. വിധവ എന്ന പരാമർശം വന്നത് പിന്നെയാണ്. അത് ഇപ്പോൾ BJPയുടെ ഏറ്റവും വലിയ ട്രംപ് കാർഡ് എന്നവർ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. രാമൻ എല്ലാ വോട്ടും BJPക്ക് പിടിച്ചു കൊടുക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൽ അവിടെയും ഒരു തമാശയുണ്ട്. നമ്മുടെ പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന് വന്നത് കുറേ പുരോഹിതന്മാരാണ്. വടിയും കോലുമൊക്കെ പിടിച്ച്, എന്തൊക്കെയോ കോലമൊക്കെ പിടിച്ച്, ചട്ടുകമൊക്കെ പിടിച്ചിട്ട് വന്നത്. എന്നാൽ പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന് പുരോഹിതന്മാർ വരുമ്പോൾ ക്ഷേത്രം ഉദ്ഘാടനത്തിന് വരുന്നത് പ്രധാനമന്ത്രിയാണ്. നോക്കൂ, വിചിത്രമായൊരു ഇന്ത്യ. അവിടെ തീർച്ചയായും ഒരു വിധവയ്ക്ക് സ്ഥാനമില്ല, ഒരു ദളിതിന് സ്ഥാനമില്ല, ഒരു സ്ത്രീക്ക് സ്ഥാനമില്ല, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഈ രണ്ട് സംഭവങ്ങളും, ഒന്ന് ഒരു വശത്ത് സത്യഭാമ
ജാതിയുടെ വർണ്ണത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു വിമർശനം നടത്തുന്നു. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു വിവേചനത്തിന് കൂട്ടുനിൽക്കുന്നുവെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന അവസ്ഥയുണ്ടാവും. ഇത് ഇനി അങ്ങനെയല്ല എന്ന് അദ്ദേഹം നിഷേധിക്കുകയാണെങ്കിൽ അതൊരു കസേര തികയാതിരുന്നതുകൊണ്ടാണ് അദ്വാനിയുടെ വീട്ടിൽ 2 കസേരയേ ഉണ്ടായുള്ളൂ, വയസ്സായ ആളുകൾ ഇരുന്നു എന്ന് വേണമെങ്കിൽ എനിക്കറിയില്ല. രാഷ്ട്രപതിയുടെ വയസ്സിൻ്റെ കാര്യം എനിക്കറിയില്ല. പ്രധാനമന്ത്രിയേക്കാൾ പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ ചിലപ്പോൾ നിൽക്കുമല്ലോ, നമ്മൾ പ്രായം കൂടിയാൽ നിൽക്കുമല്ലോ. പ്രായം കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിർത്തിയതാണ് എന്നൊക്കെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ സംഘപരിവാറുകാരോ പ്രചരിപ്പിച്ചാൽ എനിക്ക് വിരോധമില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ കാണുന്ന ആർക്കും തോന്നുന്ന ആ വിവേചനത്തിൻ്റെ അടിസ്ഥാനം ജാതിയും ലിംഗവുമാണ്. ഇതൊരു മെസ്സേജാണ്. ഈ മെസ്സേജ് എന്താ? ഈ മെസ്സേജ് വളരെ കൃത്യമായും ഇന്ത്യൻ ജനതയ്ക്കുള്ളതാണ്. ഞങ്ങൾ നിലകൊള്ളുന്നത് ഏത് പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയാണ് എന്നവർ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. അത് ബ്രാഹ്മിനിക്കൽ, അവർ ഹിന്ദു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഹിന്ദു എന്ന വാക്കിനോട് തന്നെ യോജിക്കുന്നില്ല. ബ്രാഹ്മിനിക്കൽ പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞല്ലോ ഭരണഘടന മാറ്റും. ഭരണഘടന എങ്ങനെയാവണമെന്ന് 1948 ഈ ആശാന്മാരുടെ വലിയ ആശാന്മാർ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഹിന്ദുധർമ്മ സനാതന ധർമ്മസഭ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇടിച്ചു തള്ളി കയറി വന്നിട്ട് ഞങ്ങൾക്ക് മനുസ്മൃതിയാണ് നമ്മുടെ അടിസ്ഥാനമാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, മനുസ്മൃതിയാണ് അടിസ്ഥാനമെങ്കിൽ രാഷ്ട്രപതിയല്ല അതിനപ്പുറത്തുള്ള ഒരാളായാലും നിൽക്കാനേ പറ്റൂ. കാരണം ദളിതന് ഒരു കാരണവശാലും മറ്റ് ജാതിക്കാരുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല. സ്ത്രീ വരുന്നത് തന്നെ തെറ്റാണ്, അവർ മൂടുപടം ഇട്ടിട്ടല്ല വന്നത്. ഞാനിത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ക്ഷേത്ര ഉദ്ഘാടനത്തിന് വേറൊരു സ്ത്രീയെ വിളിച്ചു, പ്രതിഭ പാട്ടീൽ, മുൻ രാഷ്ട്രപതിയെ വിളിക്കാം, ഇപ്പോഴത്തെ രാഷ്ട്രപതിയെ വിളിച്ചുകൂടാ എന്ന് പറയുന്നതിൽ വ്യത്യാസം മനസ്സിലാവുമല്ലോ. പ്രതിഭ പാട്ടീലും ദ്രൗപദി മുർമുവും 2 ബഹുമാന്യരായ സ്ത്രീകളാണ്. നമ്മുടെ സ്ത്രീരത്നങ്ങളെന്ന് തന്നെ പറയാവുന്ന രാഷ്ട്രീയത്തിലൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്. ഒരാൾ രാഷ്ട്രപതി ആയിരുന്നു, ഒരാൾ രാഷ്ട്രപതി. അപ്പോൾ തീർച്ചയായും ഇവിടെ വിവേചനത്തിൻ്റെ അടിസ്ഥാനം ജാതിയാണ്, വർണ്ണമാണ്. ആദിവാസിയായ ഒരാളെ ഇവർ വലിയ തോതിൽ രാഷ്ട്രപതിയാക്കി എന്ന് പറയുമ്പോൾ ആ ആദിവാസിയായ രാഷ്ട്രപതിക്ക് പോലും അയിത്തമുണ്ട് അല്ലെങ്കിൽ വിവേചനമുണ്ട് എന്ന് തോന്നിക്കുന്നത് ഡോക്ടർ അംബേദ്കർ നമുക്ക് നൽകിയ ഇന്ത്യൻ ഭരണഘടനയുടെ പൂർണ്ണമായ നിഷേധമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ആർട്ടിക്കിൾ 14 അടക്കമുള്ള എല്ലാം തുല്യതയുടെ അടിസ്ഥാനത്തിലാണ്. ജാതി, മതം, വിശ്വാസം, ആചാരം, സ്ഥലം ഒന്നിലും നിങ്ങൾക്ക് തുല്യത നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ്. പക്ഷേ അതും ഒരുപക്ഷെ നമ്മുടെ പഴയ ആര്യാവർത്തത്തിൻ്റെ പഴയ ഘോഷത്തിൽ അതും ശരിയാണ് എന്ന് വാദിക്കുന്നവരുണ്ടാകാം. അവരങ്ങനെ വാദിക്കട്ടെ, ഞാൻ അതിനോട് യോജിക്കുന്നില്ല.